ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർപിക്സ്. നമുക്കറിയാം ഇപ്പം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പുതിയ മഹീന്ദ്രയുടെ 5 ഡോർ താർ അഥവാ താർ റോക്സ് എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ ലോഞ്ചിന് വേണ്ടിയാണ്. ആൻഡ് ഇപ്പോൾ മഹീന്ദ്ര വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും ഒഫീഷ്യലി ടീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ അതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് അറിയാൻ പറ്റും. പക്ഷേ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താണ് സംഭവം എന്ന്. ഇത് ഡൽഹിയിലെ ഒരു സ്ക്രാപ്പ് യാർഡിൽ നമ്മുടെ താർ 5 ഡോറിൻ്റെ ബോഡി വന്ന് കിടക്കുന്നതാണ്. കണ്ടാൽ മനസ്സിലാവും അത് തന്നെയാണ് ഇതിൻ്റെ ബാക്കിലത്തെ ഡോർ ഹാൻഡിലും അതുപോലെ നമ്മുടെ നീളവും പിന്നെ ഇത് 5 ഡോർ ആണെന്നുള്ളതും നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. സോ സെയിം ബോഡിയാണ്. ഇതിപ്പോൾ എങ്ങനെ സ്ക്രാപ്പ് യാർഡിൽ എത്തി എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ എന്തായാലും വണ്ടി ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബോഡി പുറത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഫീച്ചേഴ്സിലോട്ട് കിടക്കാം. സോ ഇപ്പോൾ മഹീന്ദ്ര ടീസ് ചെയ്തിരിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് നമുക്ക് കാണാം. അത്ര നല്ല ക്ലാരിറ്റി അല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര ഇതിനു മുമ്പ് അവരുടെ XUV-യിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന സെയിം സ്ക്രീനാണ് 10.25 ഇഞ്ചസിൻ്റെ. പക്ഷേ എന്നാൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഗ്രാഫിക്സിലും ആനിമേഷൻസിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് ആ കൊടുത്തിരിക്കുന്ന ആനിമേഷൻ കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് XUV 700 നമുക്ക് ഇങ്ങനത്തെ സ്പീഡോമീറ്റർ ഒന്നും ഇല്ലായിരുന്നു. ഈ ഒരു ക്ലസ്റ്റർ ഡിസൈൻ നമുക്ക് അവിടെ അവൈലബിൾ അല്ലായിരുന്നു. അതായത് അതിൻ്റെ അകത്ത് ആനിമേഷൻസിലും സംഭവങ്ങളൊക്കെ അവർ കുറച്ച് ട്വീക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് AEBS ഓഫ് എന്ന് കാണാം. ചിലപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ആണത്. സംഭവമൊന്നുമില്ല, അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റത്തിൽ വരുന്നൊരു ഫീച്ചറാണ്. സോ ഇതോടുകൂടി നമുക്ക് ഈ വാഹനത്തിൽ ADAS ലെവൽ 2 ഉണ്ട് എന്നും കൺഫേം ചെയ്യാം. അതൊരു നല്ല അപ്ഗ്രേഡ് ആണ്. പ്രത്യേകിച്ച് ഇത്രയും റഫ് ആൻഡ് ടഫ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന താർ പോലുള്ളൊരു വാഹനത്തിൽ അവർ ഇത്തരത്തിലുള്ള നമ്മുടെ മോഡേൺ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അടുത്തത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. ഇതിപ്പോൾ ഒരു പുതിയ സിസ്റ്റം ഒന്നുമല്ല. നമ്മുടെ 700-ലും അതുപോലെ പുതിയ 3XO-യിലൊക്കെ ഉള്ള സെയിം UI തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. മഹീന്ദ്രയുടെ എഡ്രിനോക്സ് പവേർഡ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻ്റ് ആണ്. 10.25 ഇഞ്ച് തന്നെയാണ് സൈസ് വരുന്നത്. പിന്നെ നമ്മൾ 3XO-ലൊക്കെ കണ്ടതുപോലെ അതിൻ്റെ അകത്ത് വോളിയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് നോബും പിന്നെ കുറച്ച് ബട്ടൺസും ഒക്കെ അതിൻ്റെ താഴത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് വയർലെസ് കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ സംഭവങ്ങളൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യും. സോ അത്യാവശ്യം നല്ലൊരു സിസ്റ്റമാണ് ഈ വാഹനത്തിൻ്റെ ഒരു കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പത്തെ 3 ഡോർ താറിൽ 7 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിരുന്നു. അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മികച്ച ഇൻഫോർടൈൻമെൻ്റ് ആണ് എന്ന് തന്നെ പറയാം. പിന്നെ പുതിയ ഫീച്ചർ അപ്ഗ്രേഡ് വന്നിരിക്കുന്ന ഇതിൻ്റെ അകത്ത് ഓട്ടോ AC കൂടി ആഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ കൺട്രോൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം പഴയ താറിൽ വന്ന പോലൊക്കെ തന്നെ തോന്നും. പക്ഷെ എന്നാൽ സംഭവം അതല്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് സിംഗിൾ സോൺ ആണ് വരുന്നതെങ്കിലും ഓട്ടോ ACയുടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ ഡിസ്പ്ലേ ഒന്നുമില്ല, അത് മഹീന്ദ്രയുടെ ഒരു വാഹനങ്ങളിൽ ഉണ്ടാവാറില്ല. അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അടുത്ത സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനു മുമ്പ് ഒരു സ്പൈ ഷോട്ട് വന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമുക്ക് ഈ പാനോറാമിക് സൺറൂഫിൻ്റെ ചെറിയൊരു ഹിൻഡ് കിട്ടിയായിരുന്നു. പിന്നെ മഹീന്ദ്ര ഇതിനു മുമ്പ് ടീസ് ചെയ്തതിലും നമുക്ക് പാനോറാമിക് സൺറൂഫ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ ഫൈനലി അവർ തന്നെ ഒഫീഷ്യലി നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ടീസറിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ യാതൊരു സംശയം വേണ്ട, നമ്മുടെ പുതിയ താർ റോക്സിൽ പാനോറാമിക് സൺറൂഫ് തന്നെയാണ് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. എഗെയിൻ നമ്മൾ എഡാസിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഈ സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനത്തിൽ പാനോറാമിക് സൺറൂഫ് കൊടുക്കുക എന്ന് പറയുന്നതും വളരെ റെയറാണ്. അതും നമ്മുടെ ഫോർച്യൂണറിലൊന്നും ഇപ്പോഴും സൺറൂഫ് പോലും ഇല്ലാത്തൊരു കാലമാണ്. പിന്നെ ഈവൻ ലാൻഡ് ക്രൂസർ എടുക്കുകയാണെങ്കിൽ പോലും 300 സീരീസിലെ ഒരു സിംഗിൾ പെൻ സൺറൂഫാണ് വരുന്നത്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര വളരെ നല്ല പരിപാടിയാണ്. പാനോറാമിക് സൺറൂഫ് കൊടുത്ത ആൾക്കാർ ഇംപ്രസ് ചെയ്യുന്ന കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. പിന്നെ അടുത്ത വ്യത്യാസം പറയാൻ പറ്റുന്നതിൻ്റെ സീറ്റ്സ് ആണ്. സീറ്റ്സ് എന്ന് പറയുമ്പം ഡിസൈനൊക്കെ സെയിം ആണ്, പക്ഷേ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് വൈറ്റ് ലെതറൈറ്റ് മെറ്റീരിയൽസ് ആണ് വരുന്നത് സീറ്റിനകത്ത്. മറ്റതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് സീറ്റ് കവേഴ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആക്ച്വലി പ്രാക്ടിക്കാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. കാരണം ഇതിപ്പോൾ ഓഫ് റോഡൊക്കെ പോകുന്ന വണ്ടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെളിയാവില്ല എന്നൊക്കെ പറയാം. പക്ഷേ മഹീന്ദ്രയുടെ ഇപ്പോഴത്തെ മിക്ക വണ്ടികളിലും സ്കോർപിയോ ഒഴികെ ബാക്കി വന്ന് ഇപ്പോൾ 3XO ആയാലും അതുപോലെ നേരത്തെ വരെ ഇറക്കിയ 700 ആയാലും അങ്ങനെ മിക്ക വാഹനങ്ങളിലും അവർ വൈറ്റ് ഇൻറ്റീരിയർ ആണ് പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പ്രീമിയം ഒരു പ്ലസ് ലുക്ക് കിട്ടാൻ വേണ്ടി ആയിരിക്കും. പക്ഷെ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതുപോലത്തെ ഒരു വാഹനത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതുപോലത്തെ വാഹനം എന്ന് പറയുമ്പം ഭൂരിഭാഗം ആൾക്കാർ ഇതുകൊണ്ട് ഓഫ് റോഡ് പോകില്ല എന്ന് എനിക്കറിയാം. കൂടിപ്പോയ ഒരു എത്ര പേര് 2% 3% ഒക്കെ വണ്ടി എടുക്കുന്നവരിൽ ചിലപ്പോൾ ഓഫ് റോഡ് പോകുമായിരിക്കും. ബാക്കി വണ്ടികൾക്ക് മിക്കവാറും ടൗണിൽ തന്നെ ആയിരിക്കും പോകുന്നത്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ പണ്ട് വളരെ ഒരു ബെയർ ബോൺ വണ്ടിയായ താർ മഹീന്ദ്ര 2020 അപ്ഗ്രേഡ് ചെയ്തപ്പോൾ തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് കൊടുത്തായിരുന്നു. ഇപ്പോൾ പുതിയ റോക്സ് വന്നപ്പം ഇങ്ങനെ ടൺ കണക്കിന് ഫീച്ചേഴ്സ് വെച്ച് കൊടുത്ത്. പിന്നെ ഇതിൻ്റെ സീറ്റ് കവേഴ്സിൻ്റെ സംഭവങ്ങളൊക്കെ ഇത് നിങ്ങൾക്ക് കാണാം. ഇതിന് മുമ്പ് വന്നൊരു സ്പൈ ഷോട്ടാണ്. നമുക്ക് ആ സ്പൈ ഷോ അതിന് ഞാൻ ഇതിനു മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ സീറ്റ്സിലും ഹെഡ് റെസ്റ്റുകൾ അവൈലബിൾ ആണ്. ബാക്കിലാണെങ്കിലും നടുവിലത്തെ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് ഉണ്ട്, പക്ഷേ ഫിക്സ്ഡ് ആണെന്നുള്ളൂ. പിന്നെ ബാക്കിലും ഫ്രണ്ടിലും ആംബ്രസ്റ്റ് ഒക്കെ ഉണ്ട്. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ബാക്കിലുണ്ട്. അങ്ങനെ കുറച്ച് പുതിയ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ പേഴ്സണലി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. AC അല്ല, അതിൻ്റെ തൊട്ട് റൈറ്റിലേക്ക് നോക്കിയാൽ മതി. നമുക്ക് അവിടെ ഒരു സ്റ്റിച്ചിങ് പോലെ കാണാം. പൊതുവെ ആരും ഇങ്ങനെ നമുക്ക് കുറച്ച് റഫായിട്ടുള്ള വണ്ടികൾ ഈ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒന്നും കൊടുക്കാത്തതാണ്. മഹീന്ദ്രയും ഇതിനു മുമ്പ് കൊടുക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ ലേറ്റസ്റ്റ് വണ്ടികൾ നോക്കുകയാണെങ്കിൽ 3XOയിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഉണ്ട്, സ്കോർപിയോയിലുണ്ട്, 700-യിലുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോൾ അവർ താർ റോക്സ് ഇറക്കിയപ്പോൾ അതിൻ്റെ അകത്തും ഡാഷ്ബോർഡിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് അങ്ങ് കൊടുത്തു. നമുക്ക് പണ്ട് വളരെ റഫ് പ്ലാസ്റ്റിക്സ് ആയിരുന്നു അതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ആ ഒരു ബ്ലാക്ക് ലെതർ
മാറ്റാനുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സംഭവം കാണാനൊക്കെ നല്ല പ്രീമിയം ലുക്കാണ്, നമുക്ക് ഈവൻ ടച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഇതും ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചെളിയൊക്കെ ആവുകയാണെങ്കിൽ അത് കുറച്ച് നനവൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഭാഗ്യത്തിന് മഹീന്ദ്ര ഇത് വൈറ്റ് ആക്കിയില്ല, ഇതും കൂടെ വൈറ്റ് ആക്കിയിരുന്ന പണിയായേനെ. നമുക്ക് പിന്നെ ഡാഷ്ബോർഡിലും ഒരു വൈറ്റ് സാധനം ആയേനെ, അതും ലെതർ മെറ്റീരിയൽ, അത് ക്ലീൻ ചെയ്യാനും പാടാവും. പിന്നെ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത വേറൊരു അപ്ഗ്രേഡ് അവർ ചെയ്തിരിക്കുന്ന ഹാർമൻ കാർഡൻ മ്യൂസിക് സിസ്റ്റം ആണ്. മഹീന്ദ്ര ഇതിനു മുമ്പ് സോണിയുടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അവർ ഹാർമൻ കാർഡനിലേക്കാണ് പോയിരിക്കുന്നത്. ആൻഡ് അത് ഥാറിലാണ് വരുന്നത് എന്ന് കൂടി ആലോചിക്കണം. ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു വണ്ടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചിത്രീകരിക്കാം. പക്ഷേ എന്തായാലും ഇത്രയും ഫീച്ചേഴ്സ് വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഹാർമൻ കാർഡൻ മ്യൂസിക് സിസ്റ്റം വന്നു എന്ന് പറയുന്നൊരു വലിയ കാര്യമാണോ എന്നും ചിലപ്പോൾ തോന്നിയേക്കാം. എന്തായാലും സംഭവം ഇതിൻ്റെ അകത്തുണ്ട്, മ്യൂസിക്കിൻ്റെ എക്സ്പീരിയൻസും അടിപൊളിയായിരിക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇത്രയൊക്കെയാണ് ഇപ്പം മഹീന്ദ്ര ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ കാണിച്ചിരിക്കുന്ന ടീസറിലുള്ള സംഭവങ്ങൾ. ഇതിപ്പം ഈ വാഹനത്തിൻ്റെ റെൻഡറാണ്, ആക്ച്വലി ഞാൻ എഡിറ്റ് ചെയ്ത സംഭവമാണ്, ഞാൻ ലാസ്റ്റ് വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതുവരെ ഡാഷ്ബോർഡിൻ്റെ ഒരു ക്ലിയർ കട്ട് ഇമേജ് വന്നിട്ടില്ലല്ലോ, അപ്പോൾ ഏകദേശം ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഞാൻ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ട് മനസ്സിലാക്കാം. പിന്നെ ഈ വണ്ടി ഇറങ്ങാൻ പോകുന്നത് ഓഗസ്റ്റ് 15-നാണ്. അത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ അറിയായിരിക്കും, കാരണം അത്യാവശ്യം നല്ല ഹൈപ്പ് ഈ ഒരു വാഹനത്തിന് മുകളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടീസേഴ്സിനൊക്കെ ഭയങ്കര റീച്ചുമാണ് മഹീന്ദ്ര ഇടുന്നതിന്. കുറച്ചൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും, ബട്ട് സ്റ്റിൽ അത്യാവശ്യം ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു വാഹനത്തിൽ. ഇതിൻ്റെ തന്നെ ഈ അടുത്തൊരു സ്പൈഡ് ഇമേജും വന്നായിരുന്നു ഈ വാഹനത്തിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ അവർ ക്യാമോഫ്ലാജ് ഒന്നും ഇടാണ്ടൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇത് കാണുകയാണെങ്കിൽ ഈ വാഹനത്തിന് മൊത്തത്തിലുള്ള ഒരു റോഡ് പ്രസൻസ് ഒക്കെ അറിയാം. പിന്നെ അലോയ്സിൻ്റെ ഡിസൈനൊക്കെ കാണാം, അത്യാവശ്യം വ്യത്യസ്തമായിട്ടുള്ള ഒരു അലോയ്സിൻ്റെ പാറ്റേണൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ടോൺ അലോയ് വീൽസ് ആണ് വരുന്നത്, സൈസും അത്യാവശ്യമുണ്ട്. പിന്നെ 5 ഡോർ ആയതുകൊണ്ടുള്ള അഡീഷണൽ ലെങ്ത്തിന് ഡിഫറൻസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി പില്ലർ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കവേർഡ് ആയിട്ടാണ് വരുന്നത്. അത് ഞാൻ ചില കമൻസ് കണ്ടായിരുന്നു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ്. പക്ഷേ ആ സംഭവം എന്താണെന്ന് വെച്ചാൽ റാംഗ്ലർ പോലെ ഇരിക്കാതിരിക്കാനായിട്ട് അവർ വരുത്തിയൊരു വ്യത്യാസമായിരിക്കും. അതുപോലെ ബാക്കിലത്തെ ഡോർ ഹാൻഡിലാണെങ്കിൽ പോലും സി പില്ലറിൽ മൗണ്ട് ചെയ്ത് കൊടുക്കാനുള്ള റീസണും ചിലപ്പം റാംഗ്ലർ പോലെ ആവാതിരിക്കാനായിരിക്കും. എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ അവർക്ക് വരുത്തണമല്ലോ, അല്ലെങ്കിൽ എങ്ങാനും ജീപ്പ് കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. ആക്ച്വലി ജീപ്പ് കൊണ്ട് കേസ് കൊടുക്കുന്നതുകൊണ്ടാണ് മഹീന്ദ്രയ്ക്ക് ഇന്ത്യയിൽ മാത്രം സാറ് വിൽക്കാൻ പറ്റുന്നത്. പുറത്ത് അവർ എവിടെ ഇറക്കാൻ നോക്കിയാലും അപ്പം തന്നെ ജീപ്പ് കൊണ്ട് കേസ് കൊടുക്കും, അതുകൊണ്ട് അവർക്ക് വിൽക്കാൻ പറ്റില്ല. എന്തായാലും ഈ വണ്ടിയും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇന്ത്യയിൽ തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇൻ്റർനാഷണലി അവർ വിൽക്കുമെന്ന്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സെയിം തന്നെയാണ് കിട്ടാൻ പോകുന്നത്. താർ 3 ഡോറിലുള്ള പോലെ 2.2 എംഹോക്ക് ഉണ്ടാവും, ഡീസൽ 2 ലിറ്റർ എം സ്റ്റാലിൻ ഉണ്ടാവും, പെട്രോൾ. പിന്നെ നമുക്ക് 1.5 ലിറ്റർ ടർബോ ഡീസലും ഉണ്ടാവും. അതായിരിക്കും ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് റേഞ്ചിൽ വരുന്ന എഞ്ചിൻ. അത് സംഭവം 115 PS 300 ടോർക്കൊക്കെയാണ് 3 ഡോർ താറിൽ വന്നിരുന്നത്. പ്രൈസ് കുറയ്ക്കാനായിട്ടാണ് അവർ ഈ ഒരു എഞ്ചിൻ കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു എഞ്ചിൻ അത്യാവശ്യം വലിപ്പമുള്ള ഇത്രയും കുറച്ചും കൂടെ അഡീഷണൽ വെയിറ്റ് ഒക്കെ വരുന്ന വണ്ടിയിൽ കൊടുത്താൽ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മളിനിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ അതൊക്കെ നമുക്ക് നോക്കാം, കാരണം എന്തായാലും ഡീസൽ എഞ്ചിനാണ്, 300 Nm ടോർക്കും ഉണ്ട്. അപ്പോൾ പിന്നെ സഫീഷ്യൻറ്റ് പെർഫോമൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പ്രൈസ് അത്യാവശ്യം ഒരു 12 to 13 lakhs-ന് ഇടയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനീഷ്യലി നല്ലൊരു ഹൈപ്പ് അതിലും കിട്ടുമല്ലോ. മഹീന്ദ്ര എപ്പോഴും വണ്ടി ഇറക്കുന്ന സമയത്ത് ഈ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലും വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ 700 ഇറക്കിയ സമയത്തും ഈവൻ 3XOയും അതുപോലെ സ്കോർപ്പിയോനൊക്കെ ഇറക്കിയ സമയത്ത് നമ്മൾ കണ്ടു, വളരെ ഒരു മിനിമലായിട്ടുള്ള സ്റ്റാർട്ടിംഗ് പ്രൈസിൽ ഇറക്കിയിട്ട് പിന്നീട് കാലം ചെല്ലുന്തോറും അവരിങ്ങനെ വില കൂട്ടി വരുന്നൊരു സംഭവമാണ് കാണിച്ചു വരാറുള്ളത്. എന്തായാലും ഗൈസ്, ഇതാണ് നമ്മുടെ ഥാറിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.